പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രവാസ ജീവിതമാണ്. നമ്മുടെ മലയാളീസിന് പലപ്പോഴും മിക്ക മലയാളീസിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം. കാരണം ഇപ്പോൾ നമ്മുടെ സംഭവം പ്രവാസി എന്ന് പറയുന്നത് കൂടുതലും അബ്രോഡ്, ഇപ്പൊ ഗൾഫ് കൺട്രീസിൽ പോയിട്ട് ജോലി ചെയ്യുന്നവരാണ്. പക്ഷെ അത് കൂടാണ്ട് ഇപ്പൊ കുഞ്ഞി കുട്ടികൾ, ഇപ്പൊ യങ്സ്റ്റേഴ്സ് അടക്കം വീടും ഇതെല്ലാം വിട്ടിട്ട് പുറത്തു പോയിട്ട് ജോലി ചെയ്യുവാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പേർക്ക് ഈ ഒരു ബോണ്ടിങ്ങിന്റെയും ഈ പാരന്റിങ്ങിന്റെ ഇഷ്യൂസും ആ വിട്ടു നിൽക്കുന്നതിന്റെ ഇഷ്യൂസും എങ്ങനെ, അപ്പൊ ആ ഒരു കഥ കേട്ടപ്പോ ഭയങ്കര അട്രാക്ഷൻ തോന്നിയായിരുന്നോ? തീർച്ചയായിട്ടും. കാരണം ഈ സിനിമ ഒരു ജെറി എന്നുള്ള ആളാണെങ്കിൽ പോലും റെപ്രസെന്റേഷൻ ഓഫ് എ കോമൺ മാൻ ആണ്. ആ ജെറി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അത് ആ പ്ലേസിലേക്ക് ആരെയും പ്ലേസ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ഓരോരുത്തർക്കും ആ പ്ലേസിൽ നിന്ന് ചിന്തിക്കാൻ പറ്റും. ഈ സിറ്റുവേഷൻ എനിക്കും പറ്റിയിട്ടുണ്ടല്ലോ, ഈ സിറ്റുവേഷനിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ടല്ലോ എന്ന് തോന്നിപ്പോകും, സ്വാഭാവികമായിട്ടും തോന്നിപ്പോകും. ആ ഇമോഷൻ, നമുക്ക് ഒരാളുടെ ഇമോഷൻ ഉണ്ടാക്കാം. ഇപ്പൊ അഭിനയിക്കുന്ന സമയത്താണെങ്കിലും ആ ഇമോഷൻ നമ്മൾ ഏറ്റെടുക്കണത്, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ക്യാരക്ടറിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന് എന്തൊക്കെ പ്രിപ്പറേഷൻ എടുക്കാറുണ്ട്? പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ഫുൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സിനിമ ക്യാരക്ടറിന്റെ ഒരു ജോണറും ആ ക്യാരക്ടറിന്റെ ഡൈനാമിക്സ് നമുക്ക് മനസ്സിലാവും. ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ട്. കാരണം അതിന്റെ സ്റ്റാർട്ട് എന്താണ്, അതിന്റെ ഹൈപ്പ് എവിടെയാണ്, അതിന്റെ ഇമോഷൻസിന്റെ ട്രാവൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇമോഷൻസ് ഏതൊക്കെ സ്ഥലത്തിലൂടെ ആ ക്യാരക്ടറിന്റെ ഇമോഷൻസ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ധാരണ ഓൾറെഡി വന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ നമ്മളാണോ എന്ന് ചിന്തിക്കുന്നു. അപ്പം നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണെങ്കിൽ വെളിയിലുള്ള ഒരാളെ നമ്മൾ നോക്കുന്നു. അങ്ങനെ വെളിയിൽ ഈ ക്യാരക്ടറായിട്ട് ബന്ധപ്പെട്ട വെളിയിലുള്ള ആളുമായിട്ട് ആരെങ്കിലും ഉണ്ടോ, സാമ്യമുണ്ടോ? അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഡാറ്റാ ബാങ്കിനകത്ത് നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഡാറ്റ നമ്മളിൽ ഉണ്ടാവും. ആ ക്യാരക്ടേഴ്സിന് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഇമോഷൻസ് നമ്മൾ ഡാറ്റയിലുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റയായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഡയറക്ടേഴ്സിന്റെ സ്വാഭാവികമായിട്ടും വാലിഡ് ആയിട്ടുള്ള ഇൻപുട്ട് കിട്ടും. അതുകൂടെ ആകുമ്പോഴേക്കും ആ അദ്ദേഹത്തിന് എന്താ വേണ്ടെന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റും. അത് കൊടുക്കുന്നു. അപ്പോൾ അത് പോരാൻ തോന്നിക്കഴിഞ്ഞാൽ കട്ട് പറഞ്ഞിട്ട് റീഷൂട്ടിങ്, അപ്പോൾ റീടേക്ക് എടുക്കുമ്പോൾ പുള്ളിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വീണ്ടും പറഞ്ഞിരുന്നു. അപ്പോൾ ആത്യന്തികമായി ഡയറക്ടേഴ്സ് ഇതാണ് സിനിമ. അപ്പോൾ ഡയറക്ടർക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ കൊടുത്തു കഴിയുമ്പോഴേക്കും അയാൾ ഹാപ്പിയാണ്. എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അദ്ദേഹം ഹാപ്പി ആയിരിക്കും. ആ ഹാപ്പിനെസ് എന്നടുത്ത് നമ്മളുടെ ആർട്ടിസ്റ്റിനടുത്ത് ഷെയർ ചെയ്യാതിരിക്കാം, വാട്ടെവർ മേ ബി. അതുകൊണ്ട് അങ്ങനെയാണ് ഒരു ക്യാരക്ടർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് എപ്പോഴും നമ്മുടെ എക്സ്പീരിയൻസ് എന്നുള്ള സാധനം നമ്മുടെ ആക്ടിങ്ങിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിലോട്ട് നമ്മുടെ എക്സ്പീരിയൻസുകൾ ഭയങ്കര ഗുണമാവും. നമ്മൾ പിന്നെ ഈ പറഞ്ഞ കണ്ണും കാതും തുറന്നിരിക്കുന്ന ഒരു ആക്ടറുടെ ഒബ്സർവേഷൻ പവർ തന്നെയാണ് റീക്രിയേഷൻ ഓഫ് ക്യാരക്ടർ എന്നുള്ള സാധനം. ഈ ഏറ്റവും കൂടുതൽ ചെയ്യാൻ താല്പര്യം ഇമോഷൻ ആണോ, കോമഡി ആണോ, അങ്ങനെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യണം? ഞാൻ അങ്ങനെ എനിക്ക് മനസ്സിലാക്കിയ സ്ഥിതിക്ക് എൻ്റെ PhD തീസിസ് എന്ന് പറഞ്ഞാൽ പ്രസന്റേഷൻ ഓഫ് എ ക്യാരക്ടർ ഇൻ വേരിയസ് സ്റ്റൈൽസ് ഓഫ് പ്ലേസ് പ്രിപ്പയറിംഗ് എൻ ആക്ടേഴ്സ് മാനിഫെസ്റ്റോ എന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജോണറും ഒരു ആക്ടർ ചെയ്യാൻ പ്രിപ്പയർ ആയിരിക്കണം എന്നാണ് എൻ്റെ കൺക്ലൂഷൻ. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്നത് കോമഡിയാണോ, അയ്യോ എനിക്ക് പറ്റാത്ത സാധനമാണ്, എനിക്ക് കിട്ടുന്ന നെഗറ്റീവ് ആണോ, അയ്യോ എനിക്ക് പറ്റില്ല, അങ്ങനെ മാറരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആ ക്യാരക്ടർ ചെയ്യാനും നമ്മൾ തയ്യാറായിരിക്കണം, നമ്മൾ ചെയ്യുകയും വേണം. പിന്നെ അതിന്റെ ജയപരാജയങ്ങൾ ആഫ്റ്റർ. ഞാനിങ്ങനെ സംസാരിക്കുമ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, കയ്യില് കുറെ എല്ലാവരും ചോദിക്കുന്നത് ഈ വിളയി എല്ലാം ഉണ്ടെന്ന്. ഈ വിളയി അടക്കമുണ്ട്, 7 ചക്രയുണ്ട്. ഇതൊരു ക്ലൻസിങ് പ്രോസസ്സ് എന്നുള്ള നിലയിൽ, നമ്മുടെ ഓറ ക്ലൻസിങ് എന്നുള്ള നിലയിൽ ഞാൻ കുറച്ച് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു സാധനമാണ്. പിന്നെ ഇതിൽ നമ്മളിങ്ങനെ ഇട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അപ്പൊ ചോദിക്കും ഇത്രയും നമ്പേഴ്സ് ഇട്ടിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാവരും സെന്റർ ഓഫ് അട്രാക്ഷൻ ആഗ്രഹിക്കുന്നവരാണല്ലോ ആക്ടേഴ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് ചോദിച്ചു എന്നുള്ള സാധനം വന്നില്ല, ചോദിക്കാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്നാലും ഇതിന്റെ ബിഹൈൻഡ് എന്തെങ്കിലും സയൻസും കൂടെ അറിഞ്ഞിട്ടാണോ? സയൻസ് ഒന്നും ഞാൻ അങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യം തോന്നിയില്ല. പക്ഷെ ഇതിൽ വേറെ എന്തൊക്കെയോ ചില പോസിറ്റീവ് ക്ലൻസിങ് എന്നുള്ള സാധനം, ഓറ ക്ലൻസിങ് എന്നുള്ള സാധനം പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാൻ യോഗ ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്ക് യോഗ ഭയങ്കര, എൻ്റെ ഒരു PG തന്നെ യോഗയിലാണ്, PG ഡിപ്ലോമ യോഗയിലാണ്. അപ്പം അത് പഠിച്ചു വന്ന സമയത്ത് യോഗ എന്നുള്ള സാധനം എൻ്റെ ബോഡിയിലും എൻ്റെ ഇതിനൊക്കെ ഭയങ്കര ആക്ടിങ്ങിൽ തന്നെ ഞാൻ യോഗ എങ്ങനെ ബ്ലെൻഡ് ചെയ്യാമെന്ന് ആലോചിച്ച് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിലേക്കൊക്കെ എത്തപ്പെടും. ഞാനും കേട്ടിട്ടുണ്ട് യോഗ എന്ന് പറയുമ്പോൾ തന്നെ ഒരു മെന്റൽ പീസിന് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ആണെന്ന്. അപ്പോ സംഭവം അങ്ങനെയാണെങ്കിലും പലപ്പോഴും ആൾക്കാര് ഐ തിങ്ക് മോർ ഓവർ നമ്മുടെ കുറച്ച് ഫോറിനേഴ്സിനാണ് യോഗേനോട് കൂടുതൽ താല്പര്യം. നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് കൂടുതലും ആ യോഗേനോട് ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ശരിയാണ്? അല്ല, എന്തുകൊണ്ടാണ് ഫോറിനേഴ്സിന് യോഗയോട് താല്പര്യം വരുന്നത്? കാരണം അവർ ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് അവർ ആദ്യം സ്റ്റഡി ചെയ്യും. അവർ സ്റ്റഡി ചെയ്യുമ്പോൾ അതിൽ
പ്ലസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യൂ. അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ യോഗ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്ലസ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ നാട്ടിലുള്ള ആൾക്കാരുടെ പ്രത്യേകത ഉണ്ട്. അവരാരും നമ്മൾ ചെയ്യുന്ന സാധനത്തിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ ശ്രമിക്കാറില്ല. അപ്പോൾ വളരെ കുറച്ച് പേര് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നില്ല എന്നല്ല. അപ്പം നമ്മൾ സ്റ്റഡി ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും അതിന്റെ പോസിറ്റിവിറ്റി നമ്മളെപ്പോഴും 1ാം ക്ലാസ് പോലെ അല്ലല്ലോ 10ാം ക്ലാസ് വരുമ്പോഴേക്കും അതിന്റെ IQ ലെവൽ ഭയങ്കരമായിട്ട് മാറും. അതുപോലെ തന്നെയാണ് ഓരോ വിഷയത്തെക്കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്ത് വരുമ്പോഴേക്കും അതിന്റെ പോസിറ്റീവ് സൈഡും അതിന്റെ ഇമ്പാക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇത് ഹ്യൂജ് ആണ്. കാരണം നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാണ് യോഗ. അത് വിദേശികൾ പഠിച്ചു വന്നപ്പോഴേക്കും അവർക്ക് മനസ്സിലായി യോഗയുടെ പോസിറ്റിവിറ്റി എന്താണെന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് മെന്റൽ ഹെൽത്തിന് ബെസ്റ്റ് ആണ്. തീർച്ചയായിട്ടും യോഗ എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും നമുക്ക് മെന്റൽ ഹെൽത്തും ഫിസിക്കൽ രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു ട്രെയിനിങ് പ്രോസസ് വേറെ ഒന്നിനുമില്ല. ബാക്കിയെല്ലാം ചിലപ്പോൾ ഒന്നിനും ഫിസിക്കലിനായിരിക്കും, ചിലപ്പോൾ ഒന്നിനും മെന്റലിനായിരിക്കും. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നത് യോഗയ്ക്കുള്ളതുകൊണ്ടാണ് യോഗയുടെ പോസിറ്റിവിറ്റി.